രാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നാണ് അറിയുന്നത്. 2022 ഓഗസ്റ്റ് 11-നാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരമാണ്. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ദിലീപ്, ഈ ആരോഗ്യ കാരണങ്ങളാലാണ് ഉപരാഷ്ട്രപതി ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്. എസ്കെൻ ആരോഗ്യ കാരണങ്ങളാലാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിച്ചിരുന്നതുമാണ്. പിന്നീടാണ് അദ്ദേഹം സുഖമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് ഉപരാഷ്ട്രപതി എന്ന ചുമതലയിലേക്കൊക്കെ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിരുന്നു ജഗദീപ് ധൻഖർ. പശ്ചിമ ബംഗാൾ ഗവർണറായും ജഗദീപ് ധൻഖർ പ്രവർത്തിച്ചിട്ടുണ്ട്. 89-91 കാലത്ത് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ അദ്ദേഹം പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയായിരുന്നു. രാജസ്ഥാൻ ബാർ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ഝുൻഝുനു എന്ന മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: റെസ്പെക്ടഡ് രാഷ്ട്രപതി ജി, to prioritize healthcare and abide by medical advice, I hereby resign as the Vice President of India, effective immediately in accordance with Article 67A of the Constitution. I extend my deepest gratitude to Your Excellency, the Honorable President of India, for her unwavering support and soothing, wonderful working relationship we maintained during my tenure. I express my deep gratitude to the Honorable Prime Minister and the esteemed Council of Ministers. Prime Minister's cooperation and support have been invaluable, and I have learned much during my time in office. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ. I am deeply thankful for the invaluable experiences and insights I have gained as Vice President in our great democracy എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ രാജി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിലീപ് കുമാർ തുടരുകയാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പറയൂ ദിലീപ് കുമാർ. എസ്കെൻ ആരോഗ്യപരമായ കാരണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ രാജിക്കത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അസാധാരണമാണ് അദ്ദേഹത്തിൻ്റെ രാജി. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ടല്ല രാജിവെച്ചിട്ടുള്ളത്, ഏതെങ്കിലും തർക്കങ്ങളുടെ പേരിലല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെതിരായി നേരത്തെ ചില വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹം നിഷ്പക്ഷമായല്ല പ്രവർത്തിക്കുന്നത്, അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന വിമർശനമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അദ്ദേഹം ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജുഡീഷ്യറിയുടെ ചില നടപടികൾക്കെതിരായ വിമർശനങ്ങൾ അദ്ദേഹം പരസ്യമായി തന്നെ അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിയമനിർമ്മാണ സഭകൾക്ക് മേൽ ജുഡീഷ്യറി കടന്നുകയറ്റം നടത്തുന്നു എന്ന് പലതവണ അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് ഓർഡിനൻസുമായി ബന്ധപ്പെട്ടൊക്കെ സുപ്രീം കോടതി എടുത്തിട്ടുള്ള ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിനുള്ള സമയപരിധി, ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധിയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോഴൊക്കെ അക്കാര്യത്തിൽ പരസ്യമായൊരു നിലപാട് ഇദ്ദേഹം സ്വീകരിച്ചിരുന്നതാണ്. അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അദ്ദേഹത്തിന് നിയമരംഗവുമായുള്ള അദ്ദേഹത്തിൻ്റെ നിയമരംഗത്തുള്ള പരിജ്ഞാനമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. നേരത്തെ അദ്ദേഹം ഈ രാജസ്ഥാൻ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായി. ഇതിനിടെ അദ്ദേഹം രാഷ്ട്രീയ ചേരികൾ തന്നെ പലപ്പോഴും മാറിയിട്ടുണ്ട്. 89-91 കാലഘട്ടത്തിൽ അദ്ദേഹം ജനതാദൾ ിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. പിന്നീട് 91-ൽ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അജ്മീറിൽ മത്സരിച്ചു. പക്ഷേ പരാജയമായിരുന്നു ഫലം. തുടർന്ന് പിന്നീട് അദ്ദേഹം ബി ജെ പി പക്ഷത്തേക്ക് മാറുകയായിരുന്നു. തുടർന്ന് രണ്ടാം മോദി സർക്കാർ അദ്ദേഹത്തെ ബംഗാൾ ഗവർണറായി നിയമിച്ചിരുന്നു. ഉപരാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ബംഗാൾ ഗവർണറായിരുന്നു. പിന്നീട് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി. 2022-ൽ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ മാർഗരറ്റ് ആൽവയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയായത്. ഇപ്പോൾ അസാധാരണമായ ഒരു സാഹചര്യം ആണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങി ആദ്യ ദിവസമാണ് ഇന്നാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എസ്.കെ. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്നുള്ള വിവരമാണ്. ജഗദീപ് ധൻഖർ രാജിവെച്ചത് ആരോഗ്യ കാരണങ്ങളാലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.